നമസ്കാരം. കോസ്മെറ്റിക് ഫാക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് ഡോക്ടർ പ്രണയ ബാഗ്ഡെ. ഷീ ഈസ് എ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഇൻസൈഡ് ഡെർമാ ക്ലിനിക്, പനമ്പള്ളി നഗർ, കൊച്ചി. ഡോക്ടർ, വെൽക്കം ടു കോസ്മെറ്റിക് ഫാക്സ്. നമസ്കാരം സർ. ഡോക്ടർ, സൗന്ദര്യത്തിൻ്റെ കാര്യം വരുമ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും മുടി എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. പക്ഷേ അത് ഒരു കൊഴിച്ചിലുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചേഞ്ച് വന്നാൽ അവർ അപ്സെറ്റ് ആവുന്നത് നാച്ചുറലാണ്. ശരിക്കും എന്താണ് മുടി കൊഴിച്ചിലുള്ള കാരണം? ഓക്കെ, അപ്പോൾ മുടി കൊഴിച്ചിൽ അല്ലാതെ ഹെയർ ഫോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. പിന്നെ ആണുങ്ങളൊക്കെ പറഞ്ഞുള്ള ഹെയർ ഫോളിൻ്റെ കാരണങ്ങൾ ഡിഫറെൻ്റ് ആണ്, സ്ത്രീകളൊക്കെ പറഞ്ഞുള്ള ഹെയർ ഫോളിൻ്റെ കാരണങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ മുടിയും സൗന്ദര്യം അങ്ങനെ കമ്പൈൻ ചെയ്ത് ചിന്തിക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രശ്നമായിട്ട് തോന്നുന്നത്. ഒരു ഇച്ചിരി കൂടി ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അവർക്ക് തോന്നും ഒരുപാട് മുടി പോന്നു. പക്ഷേ ഐഡിയലി സയൻറ്റിഫിക്കലി ഒരു 100 hairs പെർ ഡേ പോകുന്നുണ്ടെങ്കിൽ അത് നോർമലാണ്. കാരണം നമ്മുടെ തലയിൽ മില്യൺസ് ഓഫ് ഹെയർസ് ഉണ്ട്. അപ്പോൾ അതിൽ 100 hair ഡെയിലി പോകുന്നതെന്ന് വെച്ചാൽ അത് ഹെയർ ഫോൾ അല്ല. പക്ഷേ ചിലർക്ക് ദോസ് ഹു ആർ വെരി കൺസേൺ അബൌട്ട് ദെയർ ലുക്സ് ആൻഡ് ലെങ്ത് ഓഫ് ഹെയർ, ഡെൻസിറ്റി ഓഫ് ഹെയർ, അവർക്ക് കുറച്ചുകൂടി ഹെയർ ഫോൾ വന്നാൽ അത് ഒരു പ്രയാസമായിട്ട് തോന്നും. ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കഷൻ്റെ എന്ന സംഭവം, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആൻഡ്രോജനറ്റിക് അലോപേഷ്യ. അപ്പോൾ ആൻഡ്രോജനറ്റിക് അലോപേഷ്യ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ വന്നാൽ പോലും അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി കാരണം ഒരാളുടെ ലുക്ക് മാറും, ഒരാളുടെ ഒരു ഇമ്പാക്റ്റ് ചേഞ്ച് ആവും. ഇഫ് സ്പെഷ്യലി ഇഫ് ദേ ആർ ഇൻ ടു സെയിൽസ് ഓർ മാർക്കറ്റിംഗ് ഓർ എക്സിക്യൂട്ടീവ് ജോബ്, ഡെഫിനറ്റ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുടി കൊഴിച്ചിൽ ആൻഡ് സൗന്ദര്യം അത് അത്രയ്ക്ക് ഇമ്പാക്റ്റ്ഫുൾ അസോസിയേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ലൈക്ക് ഐ സെഡ് ആൻഡ്രോജനറ്റിക് അലോപേഷ്യ, അത് പേര് തന്നെ പറയുന്നു, അത് ആൻഡ്രോജൻ ഹോർമോൺ റിലേറ്റഡ് ഉള്ള ഹെയർ ഫോൾ ആണ്. അപ്പോൾ ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ 2 ജെൻഡേഴ്സിൽ ഹോർമോൺ റിലേറ്റഡ് ഹെയർ ഫോൾ ആവാം. അപ്പോൾ സ്ത്രീകളെ ഞാൻ ആദ്യം പറയാം. മെയിൻലി ഇന്ത്യയിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് റീസൺ ഫോർ ഹെയർ ഫോൾ ഇൻ വുമൻ ഈസ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. കാരണം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ് നമ്മുടെ സ്ത്രീകൾക്ക് പ്രധാനമായിട്ട് ഒരു കാരണമായിട്ട് കാണപ്പെടുന്നത്. പിന്നെയാണ് ഹോർമോണൽ. ഇപ്പോൾ പോസ്റ്റ് മെനോപോസൽ ഹെയർ ഫോളും വളരെ കോമൺ ആണ്. അതിൽ നമ്മൾ ഫീമെയിൽ പാറ്റേൺ ഹെയർ ഫോൾ എന്ന് പറയാം. ആണുങ്ങൾക്ക് കാണുന്നത് ആൻഡ്രോജനറ്റിക് അലോപേഷ്യയിലെ തന്നെ ഫീമെയിൽ വെർഷൻ ആണ്, വിച്ച് ഈസ് അഗെയിൻ ബിക്കോസ് ഓഫ് വിഡ്രോവൽ ഓഫ് ദ ഹോർമോൺസ്. പിന്നെയാണ് ചില അസുഖങ്ങൾ ഇൻട്രിൻസിക് ഫാക്ടറായിട്ട് നമ്മൾ കാണുമ്പോൾ ചില അസുഖങ്ങൾ ലൈക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഇപ്പോൾ ഒരു തൈറോയിഡ് ഡിസോർഡർ ഉണ്ട്, അത് ഹൈപ്പോതൈറോയിഡിസം ആവാം, ഹൈപ്പർ തൈറോയിഡിസം ആവാം, അല്ലാതെ തൈറോയിഡൈറ്റിസ് ആവാം. തൈറോയിഡ് ഡിസോർഡർ വന്ന് കഴിഞ്ഞിട്ട് തന്നെ ഹെയർ സൈക്കിളിൽ ചില ചേഞ്ചസ് വരും. അപ്പോൾ ഹെയറിൻ്റെ ഒരു ഡെൻസിറ്റിയും ഒരു തിക്നെസ്സും ഗ്രോത്തും എല്ലാം രീതി അത് ബാധിക്കും. പിന്നെയാണ് ഡയബറ്റീസ്, അതും വളരെ കോമൺ ആയിട്ട് ഒരു കാരണമാണ്. പക്ഷേ ആൾക്കാർ ഡയബറ്റീസ് വെച്ച് എന്തിനാ ഹെയർ ഫോൾ, അത് ആൾക്കാർക്ക് അങ്ങനെ കണക്ഷൻ ശരിയാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ആൾക്കാർ ഇപ്പോൾ ഈവൻ ജുവനൈൽ ഡയബറ്റീസ് ഈസ് വെരി കോമൺ, പ്രീ ഡയബറ്റീസ് ഈസ് വെരി കോമൺ. അപ്പോൾ ഒരാൾക്ക് ഷുഗർ ഇമ്പയർമെൻറ്റ് വന്നു, അല്ലാതെ ഷുഗർ ഓൾറെഡി ടൈപ്പ് 1 ഡയബറ്റീസ് ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഹെയർ ഫോൾ ഉള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ആ ടെൻഡൻസി ഉണ്ടാവാം. ദാറ്റ് ഈസ് അനദർ കോസ്. ന്യൂട്രീഷണൽ, ഹോർമോണൽ ആൻഡ് ദെൻ ഐ സെഡ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ്. ഇതല്ലാതെ ദെർ ആർ സർട്ടൻ എക്സ്ട്രിൻസിക്, മീൻസ് ഫ്രം ഔട്ട്സൈഡ് സർട്ടൻ എൻവയറമെൻറ്റൽ ചേഞ്ച്. ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ സേ, അയ്യോ ഞാൻ സ്ഥലം മാറി, അപ്പോൾ അവിടുത്തെ വെള്ളം ഒട്ടും കൊള്ളില്ല, ഇവിടുത്തെ വെള്ളത്തെ കെമിക്കൽസ് ആണ്, ക്ലോറിൻ കൂടുതലാണ്, അല്ലാതെ അവിടുത്തെ വെൽ വാട്ടർ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഹാർഡ്നെസ് ഓഫ് വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ യു ആർ ക്ലീനിങ് യുവർ ഹെയർ ഓർ വാട്ട് വാട്ടർ യു ആർ ഡ്രിങ്കിങ്, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചേഞ്ച് ഓഫ് എൻവയറമെൻറ്റ് ഒരു ഫാക്ടറാണ് ഹെയർ ഫോളിന് വേണ്ടിയിട്ട്. പിന്നെയാണ് നമ്മുടെ ഹെയർ എങ്ങനെ ഗ്രൂം ചെയ്യണു, എങ്ങനെ കെയർ ചെയ്യണു. അപ്പോൾ ചിലരുടെ രീതിയായിരിക്കും ആഴ്ചയിൽ ഒരു തവണ ഷാമ്പു ചെയ്താൽ മതി, ചിലർ ഡെയിലി ഷാമ്പു ചെയ്യുമായിരിക്കും, ചിലർ തീരെ എണ്ണ ഇടത്തില്ല തലയിൽ, ചിലർ ഡെയിലി ഇടുമായിരിക്കും. അപ്പോൾ ഈ ചില രീതികൾ തീരുമാനിക്കാൻ നമ്മുടെ തലയിൽ മുടി എങ്ങനെ നിൽക്കണം. ഓക്കെ, പിന്നെ ഇപ്പോൾ ഐഡിയലി ചിന്തിച്ചാൽ നമ്മുടെ തല സോപ്പിട്ട് വാഷ് ചെയ്യുന്ന പോലെ തന്നെ മുടിക്കും ഷാമ്പൂടെ ആവശ്യമുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ധാരണയുണ്ട് ഷാമ്പു ഉപയോഗിച്ചാലും മുടി പൊളിച്ചിൽ കൂടും. പക്ഷേ നമ്മുടെ ഒരു സർഫാക്റ്റൻ്റ് ഇഫക്റ്റാണ് ഷാമ്പു തരണത്. സർഫേസിൽ ഏതെങ്കിലും ഡേസ്റ്റും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സോപ്പിട്ട് വാഷ് ചെയ്യുന്ന പോലെയാണ് തലയിൽ, പ്രത്യേകിച്ച് മുടി ആയതുകൊണ്ട് നമ്മൾ ഷാമ്പു എന്ന ഒരു
വെഹിക്കലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ദേഹം വാഷ് ചെയ്യുന്ന പോലെ തലയോട്ടി കൂടി വാഷ് ചെയ്യണം. ഹെയർസ് മാത്രമല്ല തലയോട്ടി കൂടി വാഷ് ചെയ്യണം. കാരണം നമുക്ക് ഒരു ഓയിൽ സിക്രീഷൻ തലയിലുണ്ടാവും, അത് നമ്മൾ സീബം എന്ന് പറയാം. അപ്പോൾ അതിന് സിക്രീഷൻ ഏജ് വൈസ് ഡിഫർ ചെയ്യും. ചിലപ്പോൾ ചിലർക്ക് ഡ്രൈനെസ് ഒരുപാട് ഉണ്ടാവാം. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യണില്ലെങ്കിൽ, അത് ഗ്രൂം ചെയ്യണില്ലെങ്കിൽ, കെയർ ചെയ്യണില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ചിലപ്പോൾ ഈ കാരണങ്ങളായിരിക്കും ഹെയർ ഫോളിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ. അപ്പോൾ നമ്മുടെ ഒരു ഹെയർ ഫോളിന് പ്രശ്നമായിട്ട് ആരെങ്കിലും വന്നാൽ ഇറ്റ് ഈസ് ദ ഇൻറ്റർണൽ ഫാക്ടേഴ്സ് പ്ലസ് ദ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. ഇതെല്ലാം കൂടി നമ്മൾ നോക്കിയിട്ടാണ് അതിൻ്റെ കാരണം തീരുമാനിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ലൈക്ക് ഇൻ മെയിൽസ് ആൻഡ്രോജനറ്റിക് അലോപേഷ്യ ഒരു പ്രധാനമാണ്. അതർ ദാൻ ദാറ്റ് മെയിൽസിന് ഒരുപാടായിട്ട് കാണാൻ ഓട്ടോ ഇമ്യൂൺ റിലേറ്റഡ് അലോപേഷ്യ ഏരിയാട്ടോ ഉണ്ട്. വി സീ ഇറ്റ് മെയിൻലി ഓൺ സ്കാൽപ്പ്, ബിയർഡ് ഏരിയയിലും അത് ഉണ്ടാവാം. അപ്പോൾ അത് പാച്ചി ആയിട്ടുള്ള ഹെയർ ഫോൾ ആണ്. മീൻസ് ജസ്റ്റ് ഇപ്പോൾ ഒരു ബാൾനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഏരിയ ആയിട്ടാണ് മുടി പോകുന്നത്. അപ്പോൾ മുടിയുടെ നെറ്റിലെ മേളിൽ പിന്നെ ബാക്ക് വരെ ആയിട്ടാണ് മുടി പോകുന്നത്. അതൊരു പാറ്റേൺഡ് ഹെയർ ഫോൾ ആണ്. പക്ഷേ അലോപേഷ്യ ഏരിയാട്ടാണെങ്കിൽ അതിൽ ഒരു പാറ്റേൺ ഇല്ലാത്ത പാച്ചി ഹെയർ ഫോൾ ആയിട്ട് വരാം. പക്ഷേ അതിലും ചില വെറൈറ്റീസ് ഉണ്ട്. ചിലപ്പോൾ ബാക്കിനും പോവും, ചിലപ്പോൾ ഫ്രണ്ടിനും പോവും. അപ്പോൾ അതും ആണുങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഓൾ ടുഗെദർ ഇഫ് യു സേ കോമണസ്റ്റ് കോസസ് ആൻഡ് കോമണസ്റ്റ് പ്രസൻറ്റേഷൻ, അപ്പോൾ ആണുങ്ങൾക്ക് ഡിഫറെൻ്റ് ആണ്, സ്ത്രീകൾക്ക് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ഇപ്പോൾ നമ്മുടെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരുപാട് കാണുന്നുണ്ട്, സ്കിന്നിൽ മാത്രമല്ല അല്ലാതും. പിന്നെ അയൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അയണിൻ്റെ സപ്ലിമെൻറ്റേഷൻ. അപ്പോൾ അയൺ ഫോളിക് ആസിഡും ചിലപ്പോൾ കുറവായിരിക്കും. ഇതല്ലാതെ ചില മിനറൽസ് നമ്മുടെ പൊതുവെ ഒന്നും ശ്രദ്ധിക്കാത്ത എല്ലാ ഒരു കണ്ടൻറ്റാണ് നമ്മുടെ ഭക്ഷണത്തിൽ മിനറൽസ്. അപ്പോൾ എത്ര തവണ നമ്മൾ ശ്രദ്ധിക്കുന്നു നമ്മുടെ ഏതാണ് സെലനിയം, സിങ്ക്, അല്ലാതെ ക്രോമിയം, നിക്കൽ, അല്ലാതെ കാഡ്മിയം, അലുമിനിയം, ഒരുപാട് രീതിയിലുള്ള മിനറൽസ് നമ്മുടെ ചുറ്റുമുണ്ട്. അത് എങ്ങനെയായാലും നമ്മൾ സോയിൽ വഴിയോ ഭക്ഷണം വഴിയോ നമുക്ക് ഒരു പ്രമാണത്തിന് അതിൻ്റെ ആവശ്യമുണ്ട്. കോപ്പർ നീഡഡ് ഫോർ ലോട്ട് ഓഫ് മെറ്റബോളിക് പ്രോസസ് ഇൻ ദ ബോഡി. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരുപാട് രീതി ഇഫ് ഐ ടേക്ക് എ പ്രൊഫൈൽ ഓഫ് ഓൾ ദ മിനറൽസ് ഇൻ എ പേഴ്സൺ, ഡെഫിനറ്റ്ലി ഐ സേ ഔട്ട് ഓഫ് 100 more than 60 വിൽ ബി ഡെഫിഷ്യൻറ്റ്. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ദാറ്റ് ഓൾസോ അഗൈൻ വി ഹാവ് ടു റൂൾ ഔട്ട്. അതർ ദാൻ ദ മെയിൻ ന്യൂട്രീഷൻസ് ലൈക്ക് പ്രോട്ടീൻ ഈസ് അഗൈൻ ഇമ്പോർട്ടൻറ്റ്. കെരാറ്റിൻ ഈസ് പ്രോട്ടീൻ ഇറ്റ് സെൽഫ്. അപ്പോൾ പ്രോട്ടീൻ, വിറ്റമിൻസ്, മിനറൽസ്, വാട്ടർ, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ്സ്, ഇതാണ് നമ്മുടെ ന്യൂട്രിയൻസ്. അപ്പോൾ ഇതിൽ മുടിക്ക് വേണ്ടി പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ആണ് പ്രോട്ടീൻ, വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. അപ്പോൾ ഇതിലും മിനറൽസ് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു ഐ തിങ്ക് ലാസ്റ്റ് 1 decade we have a lot of deficiency of zinc and vitamin D that contributes to the hair fall as well. അപ്പോൾ അതെ നമ്മുടെ ഫോക്കസ് കുറച്ചുകൂടി ചേഞ്ച് ചെയ്യുന്ന ആവശ്യമുണ്ട്. അപ്പോൾ എനിക്കൊരു ഹെയർ ഫോൾ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഫാക്ടേഴ്സ് നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഇതെല്ലാം ഫാക്ടേഴ്സ് ഇല്ലാതും ഒരു ഹെയർ ഫോൾ ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ കുഡ് സേ ആസ് സൈക്കോജനിക് ഹെയർ ഫോൾ. അപ്പോൾ നമ്മൾ പറയും അയ്യോ വിസിബിളായിട്ട് ഒന്നും കാണാനില്ലല്ലോ, നല്ല മുടി ഇരിക്കുന്നു, നല്ല കട്ടിയിരിക്കുന്നു. പക്ഷേ ഒരു സ്ത്രീ വന്നിട്ട് പറയും അല്ല ഡോക്ടറെ ഒരുപാട് മുടി പോയിട്ടുണ്ട്, എനിക്ക് കെട്ടാൻ പറ്റുന്നില്ല, ഇതാവണില്ല, എൻ്റെ പണ്ട് പിക്ചേഴ്സ് നോക്കൂ, ഇത് നോക്കൂ. ആൻഡ് ദേ ഗിവ് ഓൾ ദ എവിഡൻസസ് ദാറ്റ് ദേ ഹാവ് ഹെയർ ഫോൾ. അവരെ ശരിക്കും ആ പോയ മുടി ഒരു കവറിനകത്ത് ആക്കിയിട്ട് കാണിക്കും അത്രയാണ് മുടി പോയത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒരു ഡോക്ടറായി നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും റൂൾ ഔട്ട് ചെയ്യണം. ഇതിൽ ഒരു ന്യൂട്രീഷണൽ ഫാക്ടർ ഉണ്ടോ, ഹോർമോണൽ ഫാക്ടർ ഉണ്ടോ, വേറെ അസുഖങ്ങളുണ്ടോ, അല്ലാതെ സ്ട്രെസ് ഉണ്ടോ. സ്ട്രെസ് ഈസ് അഗൈൻ എ ബിഗ് ഫാക്ടർ. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ഇമ്പയർഡ് ആവും, ഉറക്കം ശരിയില്ല, അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എല്ലാം റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ യു ഫീൽ ദാറ്റ് ഷീ ഈസ് ഒബ്സെസ്ഡ്. ഒബ്സെസ്ഡ് എന്ന് വെച്ചാൽ ഒരു കമ്പൾസറി തോട്ട് ഇൻ ദ മൈൻഡാണ് എൻ്റെ മുടി പോകുന്നു. അപ്പോൾ ഇതാണെങ്കിൽ നമുക്കൊരു സൈക്കോജനിക് ടിലോജനിഫ്ലിയം നമ്മൾ പറയും, ഒരു ക്രോണിക് ടിലോജനിഫ്ലിയം. അപ്പോൾ അതേപോലെ ഒരു സൈക്കോജനിക് ഫോം ഓഫ് ഹെയർ ഫോൾ, അങ്ങനെ ഒരു എൻറ്റിറ്റി സയൻറ്റിഫിക്കലി അക്കാഡമിക്കലി ഇല്ല, പക്ഷെ നമ്മളത് ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഹെയർ ഫോൾ വിച്ച് ഈസ് നോട്ട് ഐഡിയലി ബിക്കോസ് ഓഫ് എനി ഫാക്ടേഴ്സ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ബോഡി, ബട്ട് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ സൈക്കോജനിക് ഒബ്സെഷൻ. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി കോമൺ ഇൻ ഫീമെയിൽസ്.
ആരും പറയാത്തൊരു കാര്യമാണ് മാം പറഞ്ഞത് ഇപ്പോൾ. അല്ല, അത് ഡോക്യുമെന്റഡ് ആണ്, അത് എവിഡൻസ് ബേസ്ഡ് ആണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ടു ലേബൽ ദാറ്റ് ഫീമെയിൽസ് ആർ ഓൺലി ഹാവിങ് ദിസ് ഇഷ്യൂസ്. ബട്ട് തീർച്ചയായിട്ടും ആൻഡ്രോജനിക് ഹെയർ ഫോൾ, ആൻഡ്രോജനിക് ആയിട്ട് അലോപേഷ്യ വന്നാലും ആണുങ്ങൾക്കും ഒരുപാട് മാനസികമായി ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ അവർ എല്ലാവരുടെ പെർസെപ്ഷൻ ആണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ചിലരത് ഓക്കെ അച്ഛനുണ്ട് എനിക്കുണ്ട്, അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അറ്റ് ദ സെയിം ടൈം ഒരു മോന് വരും, അയ്യോ അച്ഛനുണ്ട്, അച്ഛന് വയസ്സായി, പക്ഷേ എനിക്ക് വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു പെർസെപ്ഷൻ ഈസ് ഡിഫറെൻറ്റ്. മാം, മുടി കൊഴിച്ചിലിനെ പറ്റി മാം പറഞ്ഞു. ആൻഡ് റീസണും ഒരുപക്ഷെ നമ്മൾ പ്രേക്ഷകർക്ക് മോസ്റ്റ് ഹാപ്പി ആയി ഉണ്ടാവും. യു കവേർഡ് എവരിതിങ്. പക്ഷേ ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ ഇൻസൈഡ് ഡെർമാ ക്ലിനിക്കിൽ എന്തൊക്കെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റാണ് മാം ഓഫർ ചെയ്യുന്നത്? അപ്പോൾ ഇൻസൈഡ് ഡെർമാ ക്ലിനിക്കിന് പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി, ആസ് വി മെൻഷൻ ദ ക്യാപ്ഷൻ, സ്കിൻ, ഹെയർ ആൻഡ് മൈൻഡ്. ദാറ്റ്സ് എ റെയർ കോമ്പിനേഷൻ ഓഫ് ഹാവിങ് സ്കിൻ ആൻഡ് മൈൻഡ്. I am a psychologist also. I did my MSc in psychology. And then I am trained psychotherapist. And I got my fellowship in psychodermatology. So as you know, skin and brain in the embryo, they originate from the same layer. That is ectoderm. So as you can say that they are all connected since our birth. And just like some time back we were saying that ഒരു ഹെയർ ഫോൾ ആയിട്ട് ഒരുപാട് സ്ട്രെസ് ഫാക്ടേഴ്സ് ഉണ്ട്. സോ എനിത്തിങ് നമ്മുടെ സ്കിന്നിൽ വരണമുള്ള എനിത്തിങ് ഇഫ് ഇറ്റ് ഈസ് വിസിബിൾ, അത് ഉറപ്പായിട്ട് നമ്മുടെ മൈൻഡിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഇന്നർ പെർസെപ്ഷൻ ആണ്. ഇൻസൈറ്റ് ഈസ് എ സെൻസ് ഓഫ് അവെയർനെസ് അബൌട്ട് യുവർ സെൽഫ്. ഇഫ് യു ഹാവ് എ ഗുഡ് ഇൻസൈറ്റ്, you are in a apt stable situation to understand in and around you. So insight enna parayumbode it comes in both ways. It comes in skin also, how you perceive your body image. It comes in psychology also, how you perceive yourself in your environment. So inside derma, I had this concept in mind that I want to do something in psychodermatology, wherein skin diseases have a lot of chronic nature. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലമായിട്ട് ഒരു അസുഖം ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ സോറിയാസിസ് ആവാം, സിമ്പിൾ ആക്നെ ആവാം. ഒരു ടീനേജിൽ ആക്നെ വരുന്നത് 4-5 years 10 years വരെ ആവാം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഒരുപാട് രീതി മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ഒരു ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് പോയാൽ ലോട്ട് ഓഫ് OPDs are there. അപ്പോൾ ചിലപ്പോൾ എല്ലാം കൗൺസിലിംഗ് ചെയ്യാനോ സംസാരിക്കാനോ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും സമയം കിട്ടത്തില്ല. അപ്പോൾ അറ്റ് ദാറ്റ് സെയിം ടൈം ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഞാനൊരാളെ കാണുന്നുണ്ടെങ്കിൽ ദ പെർസ്പെക്റ്റീവ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇൻസൈഡ് ഡെർമ ഐ സ്പെസിഫിക്കലി സ്റ്റാർട്ടഡ് ഫോർ ദിസ് കൺസെപ്റ്റ് that I deal with the mind as well. So നമ്മുടെ അടുത്ത് ഒരാൾ സ്കിന്നിൻ്റെ അസുഖമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സ്കിന്ന് അസുഖമായിട്ട് എന്തെങ്കിലും സ്ട്രെസ് അസോസിയേറ്റഡ് ആണോ, അല്ലാതെ അവരുടെ സ്ട്രെസ് ആയിട്ടാണോ ആ സ്കിൻ അസുഖം വന്നത്, ബിക്കോസ് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ എല്ലാ രീതിയും നമുക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ഹാവ് എ ടീം ഓഫ് സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്. സോ ദേ കം വിസിറ്റ് ടുഗെദർ ആസ് എ ലൈസൺ ക്ലിനിക്. ആൻഡ് നമ്മുടെ അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇൻസൈഡ് ഡെർമാല വി ഹാവ് എ ഹെൽത്ത് കോച്ച്. ഡോക്ടർ മഞ്ജുനാഥ് സർ ഈസ് അവർ ഹെൽത്ത് കോച്ച് ഹു ഈസ് പ്രാക്ടീസിങ് ഫങ്ഷണൽ മെഡിസിൻ. അപ്പോൾ ഫങ്ഷണൽ മെഡിസിൻ പറയുമ്പോഴും അതും ഒരു പുതിയ കൺസെപ്റ്റാണ്. പുതിയെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പുതിയതാണ്. അപ്പോൾ ഫങ്ഷണൽ മെഡിസിൻ USA UK ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അതായിരിക്കും ഫങ്ഷണൽ മെഡിസിൻ. കാരണം ഒരു അസുഖം വന്നാൽ ഒരു റൂട്ട് കോസസ് ആർ ഓൾ ദ സെയിം. ലൈക്ക് ഹൗ ഹോമിയോപ്പതി വർക്ക്സ്, ഹൗ ആയുർവേദ വർക്ക്സ്, ഹൗ യുനാനി സിദ്ധ ഓർ മോഡേൺ മെഡിസിൻ വർക്ക്സ്, എവറിത്തിങ് ഹാസ് എ ബേസ്. അതേപോലെ എനി ട്രീ ഹാസ് ഇറ്റ്സ് റൂട്ട്സ്. അപ്പോൾ ആ റൂട്ട്സ് ആണ് അതിൻ്റെ സ്ട്രെങ്ത് പറയാം, അല്ലാതെ ഒരു ഡിസീസ് ആവാൻ അതിൻ്റെ കാരണങ്ങൾ പറയാം. അതേപോലെ നമുക്കൊരു ഫങ്ഷണൽ ട്രീ ഉണ്ട്. അതിൻ്റെ റൂട്ട്സ് ആണ് കുറച്ച് ലൈക്ക് സ്ട്രെസ് ഇസ് വൺ, യുവർ റിലേഷൻഷിപ്സ് ആർ വൺ, ഹൗ യു ആർ ഈറ്റിംഗ്, യുവർ ഡയറ്റ്, ന്യൂട്രീഷൻ, നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ റുട്ടീൻ എങ്ങനെയാണ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെയാണ്, നമ്മുടെ ബന്ധം എങ്ങനെയാണ്, നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കമ്മ്യൂണിറ്റി ആയിട്ട് എങ്ങനെ നിൽക്കുന്നു, ഇതെല്ലാം നമ്മുടെ ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു അസുഖം വന്നാൽ അല്ലാതെ നമ്മുടെ അസുഖം ഡെവലപ്പ് ആകുമ്പോഴത്തേക്ക് ഈ ഫാക്ടേഴ്സ് കൂടി നോക്കണം. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ പറയുമ്പോഴത്തേക്ക് ഈ ഫാക്ടേഴ്സ് എല്ലാം കണക്കാക്കിയിട്ടാണ് ഒരു ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഒരാൾ ഡയബറ്റീസ് ആയിട്ട് എൻ്റെ അടുത്ത് സ്കിന്നിന് വേണ്ടി വരണം, ഒരു ഡ്രൈ സ്കിന്നോ അല്ലാതെ ഒരു എക്സിമ അല്ലാതെ സ്കിന്നിൽ എന്തെങ്കിലും പയോഡർമ ഇഫ് സപ്പോസ് ഒരു പസ്സായിട്ട് ഒരു ഇൻഫെക്ഷൻ വന്നു, പക്ഷേ അവർക്ക് ഡയബറ്റീസ് ഉണ്ട്. ഹി മൈറ്റ് ബി സീയിങ് എനിബഡി, ഒരു മെഡിസിൻ ഡോക്ടറോ ഡയബറ്റോളജിസ്റ്റോ, ആൻഡ് ഹി ഈസ് ഓൾറെഡി ഫോളോയിങ് ദ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, but he might not be following the proper lifestyle treatment of that, because even a diabetologist will say yoga cheyanam, exercise cheyanam, diet angane follow cheyanam, they will give you list of things. പക്ഷേ അത് അനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്താനുള്ള ശ്രമം ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ എടുക്കാറില്ല. they will take insulin, they will take tablets and they are happy with it. അപ്പോൾ what we focus upon is to modify their lifestyle, make it to the optimum health level. I can't say I'll make you completely healthy. അത് നമുക്ക് ആർക്കും ആവാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പക്ഷേ ഒരു ഓപ്റ്റിമം ഹെൽത്ത് എന്ന് വെച്ചാൽ ഒരു സർട്ടൺ സിറ്റുവേഷൻ, സർട്ടൺ സർക്കംസ്റ്റാൻസസിൽ നമുക്ക് നന്നായി സ്റ്റേബിളായിട്ട് അത് താങ്ങാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ ഓപ്റ്റിമം ലെവലിൽ ഹെൽത്ത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഹർസിറ്റിസം, അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് ആയിട്ട് പിള്ളേർ വരും. young people who are like recently married and then they are having some infertility issues or something, or having a hair growth, and they come for the laser removal. അപ്പോൾ ലേസർ നമ്മൾ ചെയ്യുന്നു ആസ് എ കോസ്മെറ്റോളജിസ്റ്റ്, പക്ഷേ അതിൻ്റെ കാരണം ഹോർമോണലാണ്. അപ്പോൾ വെൻ വി ഇവാലുവേറ്റ് നമുക്ക് മനസ്സിലാവും, അയ്യോ തൈറോയിഡ് ഉണ്ട്, PCOD ഉണ്ട്, വേറെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം? യു കനോട്ട് ട്രീറ്റ് എവറിത്തിങ് ജസ്റ്റ് ബൈ ഗിവിങ് മെഡിസിൻസ്. അപ്പോൾ ഒരുപാട് ഗൈനക്കോളജിസ്റ്റ്, എൻഡോക്രിനോളജിസ്റ്റ് പറയും എക്സസൈസ് ആണ് മെയിൻ, നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഭക്ഷണമാണ് മെയിൻ. പക്ഷെ നമ്മൾ ഒരു ക്ലിനീഷ്യനായിട്ട് അത് ടാർഗറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് 4-5 ഫാക്ടേഴ്സ് നമ്മൾ ഇവിടെ ഒരു ഹോൾ ബീയിങ് ആയിട്ട് ഒരാളെ കണ്ടിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഐ ലുക്ക് ആഫ്റ്റർ ഡെർമാറ്റോളജി, സൈക്കോളജി, ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ. സോ ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യുവർ ഇന്നർ സെൽഫ്. അപ്പോൾ ഇൻസൈഡ് ഡെർമ ഞാൻ ഉദ്ദേശിച്ച് ഇന്നർ സെൽഫ് ഈസ് എവറിത്തിങ്, റൈറ്റ്? How you look from outside is your skin, how you are inside is your mind or psyche. So it's like a unique interconnection, I would say. So that's what I mean by insight. Yeah. മാം, ഇപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ക്ലിനിക് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ലൈക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ്, ലൈക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, സിമിലർലി ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്, PRP, ഇങ്ങനെ കോമ്പിനേഷനൊക്കെ ചെയ്യുന്നത് കാണാം. ഇതാണോ കുറേ എഫക്റ്റീവ് ആയിട്ടുള്ളത്, അത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതാണോ? കോമ്പിനേഷൻ ആയിട്ട് എന്ത് ചെയ്താലും നല്ലത് തന്നെ. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് മുമ്പ് ആൻഡ്രോജനറ്റിക് അലോപേഷ്യ അല്ലാതെ കഷണ്ടി വന്നാൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാന്ന് നമ്മൾ പറയുമായിരുന്നു. ഒരാളയ്യോ മുടി പോന്നു, ആ കുഴപ്പമില്ല, അല്ലാതെ വീൽ ജസ്റ്റ് ഗിവ് ടോപ്പിക്കൽ പ്രിപ്പറേഷൻസ്, നമ്മൾ മിനോക്സിഡിൽ തേക്കാൻ പറയും, അല്ലാതെ വേറെ അവർ ഒരുപാട് രീതിയിലുള്ള തേക്കാനുള്ള ചികിത്സ ചെയ്യും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. Like I said, with technology, our science is also evolving. And I think last 2 decades ആയിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് വളരെ prominent ആയിട്ട് everywhere people are undergoing and people are doing also. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ്, okay, it's a permanent treatment. But there are certain factors which contributes. Again, like how you groom post surgery. അപ്പോൾ like sir said, PRP is an adjuvant treatment. If I am doing a transplant, if I am giving a topical solution, അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഒരു സഹായം വേണം. അപ്പോൾ ആ സഹായമുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ PRPയും മിസോതെറപ്പിയും സ്റ്റെം സെൽ തെറപ്പി നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അയ്യോ എനിക്ക് PRP മാത്രം മതി, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ. അത് ശരിയാവത്തില്ല. കാരണം എല്ലാത്തിനും ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ആക്ഷനായിട്ട് മാത്രം അത് മുടിയിൽ ആക്ട് ചെയ്യുന്നു, isn't it? Like I said, laser removal, okay, I can remove the hair from your chin, but what is inside, അത് നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ. സോ ദാറ്റ് വേ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, കോസ്മെറ്റോളജിയും ചെയ്യാം, PRPയും ചെയ്യാം, സ്റ്റെം സെൽ ചെയ്യാം. ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു പ്ലാൻ ആക്കിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്ററാണ്. Because being a hair transplant surgeon, I cannot take everybody inside the operation theatre and do the surgery, isn't it? So അതാണെങ്കിൽ നമുക്ക് ഒരു കാറ്റഗറൈസ് ചെയ്യണം for which who is suitable for that and who cannot be undergo the hair transplantation. But നമുക്ക് എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. So we can choose, and it is again depending upon the demand of the patient as well. അപ്പോൾ ചിലർക്ക് grade 1 ബാൾനെസ് ആയിരിക്കാം, പക്ഷെ അവർക്ക് ടെൻഷനാണ്, എനിക്ക് മുടി വെക്കണം. പക്ഷെ ചിലർക്ക് grade 4 ആകുമ്പോഴും അയ്യോ അത്രയും ഉണ്ടല്ലോ,
So see, again the perspective is different. So അങ്ങനെയാണെങ്കിൽ depending upon their demand we can offer them. So I do here PRP treatments also, mesotherapy also, and hair transplant as I said. So combination of treatments are always better. Okay. Yeah. ഇതിപ്പോൾ ഈ രണ്ട് ജെൻഡറിനും ഒരേപോലെ തന്നെ ഇതിൻ്റെ എഫക്റ്റ് കിട്ടുന്നുണ്ടോ അതോ മെയിലിനാണോ കൂടുതൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ? അതെല്ലേ, രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ട്, വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല? കാരണം ജനറലി ചോദിക്കുന്ന ഡൗട്ടാണ്, അത് വച്ചിട്ടോ ഇനി സൈഡ് എഫക്റ്റ് വല്ലതും വരുമോ? മനസ്സിലാക്കാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു സർജറിയാണ്. അപ്പോൾ നമ്മുടെ ഒരു അപ്പൻഡിക്സിൻ്റെ സർജറി ചെയ്താലും അതിൽ പ്ലസ് മൈനസ് കൺസിക്വൻസസ് ഉണ്ട്. ദ സെയിം വേ ഇതിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഒരു സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് വളരെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സർജറിയാണ്. ഇത് കോസ്മെറ്റിക് സർജറി എന്ന് കണക്കാക്കാം. പക്ഷേ ഇതും നമ്മൾ ചെയ്യുന്ന പ്രോപ്പർ പ്രീ അനസ്തീഷ്യ ഫിറ്റ്നസ് ആയിട്ട് എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവരുടെ സർജറിക്ക് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഈവൻ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടാവാൻ പാടില്ല, താരൻ വേണ്ട, ഇൻഫെക്ഷൻ വേറെ ഒന്നും വേണ്ട, ക്ലീൻ ആയിരിക്കണം. അതെല്ലാം നമ്മൾ ജസ്റ്റ് ലൈക്ക് എനി അതർ സർജറി വി ടേക്ക് കെയർ ഓഫ് ദാറ്റ്. വി പ്ലാൻ ദ സർജറി അക്കോർഡിംഗ്ലി. അപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാവാം, ലൈക്ക് ബാക്കിൻ്റെ ഡോണർ ഏരിയ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് അയ്യോ അതെങ്ങനെ ട്രിം ചെയ്യുക, അതെങ്ങനെ വെട്ടാം. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യും. സോ അപ്പ് ആൻഡ് ഡൗൺ ദർ ഹെയർസ് വി ജസ്റ്റ് ക്ലിപ്പ് ഇറ്റ് and one small window we create, and then that is how we take out the graft from there, and wherever they want they can put. So post surgery care ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർ ദ റിസൾട്ട് ഓഫ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മുടെ അസോസിയേഷനിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, അമേരിക്കൻ അസോസിയേഷനിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് ഹെയർ റിസ്റ്റോറേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ചില മെഡിക്കേഷൻസ് മാൻഡറ്ററി ആയിട്ട് അവർ പറയും, ലൈക്ക് മിനോക്സിഡിൽ ഫോർ 2 years തേക്കാൻ പറയും. കാരണം ടിൽ നൗ US FDA അപ്രൂവ്ഡ് ഉള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു മിനോക്സിഡിൽ മാത്രമല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് ആണുങ്ങൾക്കും പെർസെൻറ്റ് വൈസ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം, ലൈക്ക് 2 to 10% വരെയാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് 10% ആണുങ്ങൾക്ക് നമ്മൾ കൊടുക്കും, 5% കൊടുക്കും, സ്ത്രീകൾക്ക് ചിലപ്പോൾ 2% നമ്മൾ കൊടുക്കും. സോ ദാറ്റ് ഈസ് ദ ഓൺലി വേരിയേഷൻ. അല്ലാതെ ഒരു സർജറി ആയിട്ട് പറയുമ്പോഴത്തേക്ക് ഒരു ആണായാലും ഒരു സ്ത്രീ ആയാലും നമ്മൾ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു വ്യത്യാസം ഇല്ല. പോസ്റ്റ് സർജറി കെയർ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ക്ലീനിങ് ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ നമ്മൾ ഫുള്ള് തല ട്രീം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്റ് കെയർ അവർക്ക് അത്രയും നല്ലതാണ്. ക്ലീനിങ് ആണെങ്കിലും എന്തെങ്കിലും നോക്കാനാണെങ്കിലും. സ്ത്രീകൾക്ക് അത് ലെന്തി ഹെയർ ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ ഈ ബിസി ലൈഫിൽ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതൊക്കെ എത്ര നേരം എടുക്കും, ഒന്ന് എത്ര പ്രാവശ്യം വരേണ്ടി വരും? ഇതൊക്കെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാമോ മാം? എത്ര സമയം എടുക്കുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് നമ്മുടെ ഏത് മെത്തേഡ് ഓഫ് ഇംപ്ലാന്റേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 3-4 രീതിയിലുള്ള ഇംപ്ലാന്റേഷൻ ടെക്നിക്കാണ്. അപ്പോൾ ചില ക്ലിനിക്സിൽ അവരുടെ ഒരു ഇൻബിൽറ്റ് ടെക്നിക്കായിട്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു സാധാരണയായിട്ട് പറയാം, ലൈക്ക് വി ഹാവ് എ സ്ലിറ്റ് മെത്തേഡ് വേറിൻ നമ്മുടെ ഇംപ്ലാന്റേഷൻ ഏരിയ എത്ര ഗ്രാഫ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബഞ്ച് ഓഫ് ഹെയർ ആണ്. അപ്പോൾ ഒരു ഹെയർ ഓപ്പണിങ്ങിനകത്ത് 1 മുതൽ 4 വരെ ഹെയർസ് കാണാം. അപ്പോൾ നമ്മുടെ തലയിലെ ഡെൻസിറ്റി എങ്ങനെയാണ് അതനുസരിച്ചിട്ടാണ് നമുക്ക് ഹെയർ യൂണിറ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ഹെയർ യൂണിറ്റ് നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ അല്ലാതെ ബാൾഡ് ആയുള്ള ഭാഗത്ത് എങ്ങനെയാണ് വയ്ക്കുന്നത്, ആ മെത്തേഡാണ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ആ ഇംപ്ലാന്റേഷനിൽ ഞാനിപ്പോൾ പറഞ്ഞു സ്ലിറ്റ് മെത്തേഡ്. അപ്പോൾ സ്ലിറ്റ് ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഏരിയ ഇംപ്ലാന്റേഷൻ ഏരിയയിൽ സ്ലിറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. സ്ലിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സപ്പോസ് ഐ എം ഇംപ്ലാന്റിങ് 2000 ഗ്രാഫ്റ്റ്സ് ഫോർ എക്സാമ്പിൾ. സോ 2000 സ്ലിറ്റ്സ് ഞാൻ ഉണ്ടാക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ഗ്രാഫ്റ്റ് എക്സ്ട്രാക്റ്റ് ആയി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ആ സ്ലിറ്റിനകത്ത് നമ്മൾ ഫോർസെപ്പ് വെച്ച് മുടി വയ്ക്കും. ദിസ് ഈസ് ക്വൈറ്റ് ഈസി ആൻഡ് ഫാസ്റ്റ് പ്രോസസ്സ്. ആൻഡ് ഒരു ദിവസത്തെ നമുക്ക് ഈ പ്രോസസ്സ് വെച്ചിട്ട് 6000 ഗ്രാഫ്റ്റ്സ് വരെ ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ് യു സെഡ് ടൈം 6 to 7 hours maybe, but that is the minimum and we can do the maximum number of graft. Then we come to the next method of implantation is implanter pen. That is quite safest and precise technique wherein we have the implanters and we load the grafts in and we just tuck in. Okay. We are not creating any slits or doing anything, we are just tucking in. In this one modified version is there wherein we have certain pen wherein we even don't have to load the graft, we can just take it with the pen and put it in. So that is a keep pen that they have and they just take it and keep it inside. So that is again one method, but maybe I cannot do 6000 grafts, I'll be able to do 4000 grafts a day. When I say a day, it is 5 to 6 hours. And then we have simplest needle method. So needle method is like widely a lot of people do it because it is the easiest and easily available.
If it is an implanter pen, we have to buy it from outside India. So even the cost is high, and availability, everything is an issue. But needles everywhere it's available. So 19 or 18 gauze needles we use. We load the grafts there, and that is what we tuck in. So these are the methods. And as you said, time, yes, it's little time consuming. ഭയങ്കര മെറ്റിക്കുലസ്ലി ഭയങ്കര സൂക്ഷിച്ചിട്ട് ചെയ്യാനുള്ള ഒരു സർജറിയാണ്. അപ്പോൾ ഇത് ചെയ്യാനാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ സാറിന് അറിയായിരിക്കും, those who do transplant, they are full time in transplant. കാരണം അത് അത്രയൊക്കെ ശ്രദ്ധ വേണം. അതെ, അത്രയൊക്കെ ശ്രദ്ധ വേണം. അപ്പോൾ അത്രയും മെറ്റിക്കുലസ്ലി ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് നല്ല ഡെൻസിറ്റി, നല്ല ഹെയർ ലൈൻ, നല്ല ഒരു കോസ്മെറ്റിക് ലുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതെ, അപ്പോൾ ഒരു 6 to 7 hours a day you can approximately say the time for the surgery. എന്തായാലും നല്ലൊരു സെഷനായിരുന്നു മാം. അപ്പോൾ നമ്മളുടെ കോസ്മെറ്റിക് ഫാക്സിൻ്റെ വ്യൂവേഴ്സിന് എന്താണ് മാമിന് സ്പെഷ്യലായിട്ട് അഡ്വൈസ് നൽകാനുള്ളത്? ഓക്കെ, അപ്പോൾ കോസ്മെറ്റോളജി എന്ന് പറയുന്ന സംഭവം അസ്തെറ്റിക് ഡെർമാറ്റോളജി എന്ന് പറയാം, അല്ലാതെ കോസ്മെറ്റിക് ഡെർമാറ്റോളജി. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കോസ്മെറ്റിക് ഫാക്ട്സിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എപ്പിസോഡായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന ഡോക്ടറിൻ്റെ ഒത്തൻറ്റിസിറ്റി ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടും ഒരുപാട് ക്ലിനിക്സും അല്ലാതെ സലൂൺ പ്ലസ് ക്ലിനിക്സ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അസുഖമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മുടിയുടെ ആയാലോ സ്കിന്നിലായാലോ, നമ്മുടെ ബോർഡ് സർട്ടിഫൈഡ് ഡെർമാറ്റോളജിസ്റ്റ് അടുത്ത് പോയി തന്നെ കാണിക്കണം. പ്ലസ് ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഹെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ എങ്ങനെ ഹെയർ കെയർ ചെയ്യാനുണ്ട്, ലൈക്ക് ഹൗ ടു ഓയിൽ ഓർ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദ ഹെയർ. അല്ലാതെ ഒരു അസുഖ ഹെയറിന് വന്നാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയായിരിക്കും, അത് നമ്മുടെ ഒരു പാർലറടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നതിന് പകരം ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ള നിദാനം അല്ലാതെ അതിൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് പറയാനുള്ളത്, ബീയിങ് എ സൈക്കോളജിസ്റ്റ് ആൻഡ് എ ഡെർമാറ്റോളജിസ്റ്റ്, സ്കിൻ ആൻഡ് എ മൈൻഡ് അത് വളരെ വളരെ അടുത്ത് ഒരു ക്ലോസ് ആയിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ അസുഖം വന്നു, അല്ലാതെ ഒരു വെരി കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കളർ ചേഞ്ച്, അല്ലാതെ ഒരാളെ നല്ല വെളുത്തിരിക്കായിരുന്നു, പെട്ടെന്ന് ഒരു കറുത്ത പാടുകൾ വന്നു, അല്ലാതെ ഒരു ഡാർക്ക് പാച്ചസ് ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെയായിട്ട് ഒരാൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഒരാൾക്ക് നമുക്കത് പ്രത്യേകിച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഇൻഫീരിയറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സ്ട്രെസ്സ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ് ഫാക്ടേഴ്സ് സ്കിന്നിൽ ഒരുപാടുണ്ട്. അപ്പോൾ കോസ്മെറ്റിക് ഡെർമാറ്റോളജി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഡീൽ ചെയ്യുന്നത് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ജനിച്ച സ്കിന്നാണ് ഏറ്റവും നല്ല സ്കിന്ന്. അപ്പോൾ അതിൽ നമ്മൾ കോസ്മെറ്റിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ആ ചേഞ്ച് വരുത്തുമ്പോഴത്തേക്ക് ഇറ്റ് ജനറേറ്റ് സം സ്ട്രെസ്. അപ്പോൾ ഞാൻ ഈ പ്ലാറ്റ്ഫോമായിട്ട് പറയാൻ ശ്രമിക്കണമെന്ന് വെച്ചാൽ, അങ്ങനെയല്ല, എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡീൽ ചെയ്യണം. കാരണം ചിലപ്പോൾ ആ സ്ട്രെസ്സ് ബിൽഡപ്പ് ചെയ്തിട്ട് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഫോം ആകുമ്പോഴത്തേക്ക് അതിൽ വലിയൊരു നെഗറ്റീവ് ഫാക്ടറായിട്ടാണ് മാറ്റി കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഒരു സൈക്കോളജിസ്റ്റായിട്ട് കാണുമ്പോൾ അപ്പോൾ എന്നടുത്ത് വന്ന് ഒരു ചെറിയ എക്സിമ ആണെങ്കിലും, ഒരു ചെറിയ ഡെർമറ്റൈറ്റിസ്, ഒരു ഹെയർ ഫോൾ ആണെങ്കിലും ഞാനൊരു മനുഷ്യനാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹോളായിട്ട് ഒരു പേഴ്സണായിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ അതിൻ്റെ ഒരു ഫാക്ടറേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് വിസിബിൾ, ഇറ്റ് കവേഴ്സ് ലോട്ട് ഓഫ് ഏരിയാസ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഉറപ്പായിട്ട് അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്, മെഡിക്കലി അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു കോസ്മെറ്റിക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് എത്ര തോലം, എത്ര രീതി, എത്ര ശതമാനം നമ്മൾ കൊടുക്കുക, അത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ കോസ്മെറ്റിക് ഫാക്ട്സിന് വളരെ നന്ദി ടു ഹാവ് മീ ഹിയർ. And I take this opportunity to offer everybody this platform of psychodermatology. അത് വളരെ വളരെ നമ്മുടെ ക്ലിനിക്ക് വൺ ഓഫ് ദ യുണീക്ക് ക്ലിനിക്കാണ്. ഇന്ത്യയിലെ തന്നെ ഒരു കൗണ്ടബിൾ ഒരു 4-5 ക്ലിനിക്സേ ഉള്ളൂ സൈക്കോഡെർമാറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്നവർ. പിന്നെ നമ്മുടെ ഒരു അസോസിയേഷൻ കൂടിയുണ്ട്, സൈക്കോഡെർമാറ്റോളജി അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് 5th association in the world, and all the people who are in the association, they are dermatologists, psychiatrists, psychologists. സോ നമ്മുടെ ഒരു സ്കിൻ അസുഖമായിട്ട് വന്നവരുടെ മെൻ്റൽ സ്റ്റേറ്റസ് കൂടി നോക്കിയിട്ട് മെൻ്റൽ ഹെൽത്ത് കൂടി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. സോ അതാണ് എനിക്ക് ഈ ഒരു സ്റ്റേജായിട്ട് ഓഫർ ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു വാക്ക് പറയാനുണ്ട്.
നമ്മുടെ ജനിച്ച സ്കിന്നാണ് ഏറ്റവും നല്ലത്. അത് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. ഒരു അസുഖം വന്നാൽ ഒരു ബോർഡ് സർട്ടിഫൈഡ് ഡോക്ടറുടെ അടുത്ത് തന്നെ കാണിക്കാം. നമ്മുടെ എന്താ പറയുക, ഒരു കോസ്മെറ്റിക്കലി ഗ്രൂമിങ് ചെയ്യാനായിട്ട് വേണ്ടാത്ത സാധനങ്ങൾ ഉപയോഗിച്ചോ അല്ലാതെ വേണ്ടാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി സ്റ്റിറോയിഡിൻ്റെ അബ്യൂസ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാം. അപ്പോൾ ആ എല്ലാ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു ഹെൽത്തി സ്കിന്ന്, ഒരു ഓപ്റ്റിമൽ ഹെൽത്തായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഞാൻ ഇത് ആശംസിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരു മലയാളി അല്ലാത്ത ഒരു മഹാരാഷ്ട്രക്കാർ ഇത്ര നല്ല രീതിയിൽ മലയാളം സംസാരിക്കുകയും അത് മലയാളികൾക്ക് വേണ്ടി ഒരു സദ്യ തന്നെ ഒരുക്കി മലയാളത്തിൽ. ഇവന്തോ ഇംഗ്ലീഷ് ഒരു എന്താ പറയുക, ഒരു അഡീഷണൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഒരു 90% മലയാളം മാം കവറപ്പ് ചെയ്തു. ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. അപ്പോൾ എന്തായാലും സിൻസ് ഇയേഴ്സ് ഐ നോ യു. അപ്പോൾ ഇതൊരു വലിയൊരു കോസ്മെറ്റിക് ഫാക്സിന് കിട്ടിയൊരു വലിയ സദ്യയാണ്. എന്തായാലും താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ ആൻഡ് വി ആർ എക്സ്പെക്റ്റിംഗ് യു ഫർദർ topic also in the future courses. Thank you, ma'am. Thank you.